ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുഞ്ഞൂസ് കിച്ചൺ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ചിക്കൻ മന്തിയാണ്. കുഴിയും വേണ്ട, കുക്കറും വേണ്ട, വീട്ടിലുള്ള പാത്രം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കട്ടോ. അതിന് വേണ്ട ചേരുവകളൊന്ന് പരിചയപ്പെടാം. ഇത് സെല്ല ഗോൾഡിൻ്റെ അരിയാണ് കേട്ടോ. സെല്ല ഗോൾഡ് റൈസാണ്, കണ്ടില്ലേ? ഇത് ഞാൻ 1/2 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള ചേരുവകളാണ് ഞാൻ പറയുന്നത്. ഇത് പിന്നെ ചിക്കൻ ഞാൻ അങ്ങനെ വലിയ പീസായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്ര വലുത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ടും എടുക്കട്ടോ. പിന്നെ കുരുമുളക് പൊടിയല്ല കേട്ടോ, കുരുമുളക് കണ്ടില്ലേ, ഇതുപോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ പട്ട, പൂവ്, പിന്നെ ജീരകം, വലിയ ജീരകം, ഏലക്കായ, കാശ്മീരി മുളക് പൊടി, ഗരം മസാല. പിന്നെ ഇത് റൈസിലേക്കുള്ളതാണ്. പച്ചമുളക്, ബ്ലാക്ക് ലെമൺ, മാഗി ക്യൂബ്, ബേ ലീവ്സ്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ നോക്കാം. ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക്, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ പട്ട ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. കട്ട് ചെയ്യണമൊന്നുമില്ലേ, ഈ ഒരു വലുപ്പത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ജീരകം, ഇത് ബാക്കിയുള്ളത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. റൈസ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് മുളക് പൊടി അപ്പോൾ 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇത് ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ടാട്ടോ ഞാൻ 3 പ്രാവശ്യമൊക്കെ ഇടുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല, മാഗി ക്യൂബ്. ഇതിൽ 2 പീസാണ് ഉണ്ടാവുക, 2 ഇടുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് പൊടിക്കുക. ഞാൻ അതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പിൻ്റെ കാര്യം ഞാൻ പറയേ. നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രമേ. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനിൽ നന്നായിട്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ളിലേക്കൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറയാമെന്ന്. ഞാൻ അതിൽ ഒരു നുള്ളു ഉപ്പ് പോലും ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ മാഗി ക്യൂബ് ഇടുമ്പോഴല്ലേ ഇതിൽ അത്യാവശ്യത്തിന് ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾക്ക്. ഉപ്പില്ലാതെ തോന്നുകയാണെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാൻ അപ്പോൾ ഇതിൽ ഉപ്പിടണില്ല കേട്ടോ. അതേപോലെ ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഈ പാത്രത്തിലൊന്ന് മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ എക്സ്ട്രാ ഇനി ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ മുങ്ങി കിടക്കണം കേട്ടോ ഈ ഓയിലിൽ. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ ഇത് 2 മണിക്കൂർ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ചിക്കനിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ആ ഒരു ജ്യൂസും ഈ ഓയിലും വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ഇങ്ങനെ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. റൈസും ഇതുപോലെ 2 മണിക്കൂർ കുതിർത്തി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് തീരെ സമയമില്ലെങ്കിൽ 1 മണിക്കൂർ നിർബന്ധമായിട്ടും മാഗ്നേറ്റ് ചെയ്ത് വെക്കും വേണം. അരി കുതിർക്കാനും വെക്കണം. ഇനി നമുക്കിത് കുതിർന്നതിൻ്റെ ശേഷം ഞാൻ ബാക്കിയുള്ളത് കാണിക്കാം. നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്ക് ചെയ്യേ കേട്ടോ. കണ്ടില്ലേ, ചിക്കനൊക്കെ അതിൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതാ ഒരു ബിരിയാണി പോട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നിങ്ങളിൽ ഇങ്ങനത്തെ എന്ത് കുഴിയുള്ള എന്ത് പാത്രമാണെങ്കിലും അത് മതി കേട്ടോ. ഇനി കുക്കറാണെങ്കിൽ കുക്കറിലും വെക്കാം. ഇനി ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. ചൂടായിട്ട് ഞാൻ ബാക്കി കാണിക്കാം. അപ്പോൾ ഇതാ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണേ. നമുക്ക് ഇത് കണ്ടില്ലേ, നേരത്തെ ഒഴിച്ചിട്ടുള്ള ഓയിൽ വേണം. ഇത് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ. മന്തിൻ്റെ മസാലൻ്റെ അതേ സ്മെല്ല് തന്നെ ഉണ്ട്. അല്ലേ. ഇനി ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഒന്നും ചെയ്യാതെ ഒരു 5 മിനിറ്റ് അടിച്ച് വെച്ചിട്ട് വേവിക്കട്ടോ.
ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഒരു 5 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അത് ഇതിലെ എണ്ണയാണ്, അത് ഇതിൽ കിടന്നിട്ട് തന്നെ ചിക്കനിലൊക്കെ പിടിച്ച് വറ്റി പോകട്ടോ. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പുറത്തെ സൈഡും 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കട്ടോ. അതിൻ്റെ ശേഷം പിന്നെ നമുക്ക് തിരിച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒരു ഭാഗവും 2-3 മിനിറ്റ് ഒരു ഭാഗവുമായിട്ട് വേവിച്ചെടുക്കാം. ഈ ടൈമിൽ നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം കൂടെ വെക്കട്ടോ. ഞാൻ അത് അപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് വെള്ളം കാണിക്കാം. വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പച്ചമുളക്, പിന്നെ ലെമൺ, പട്ട, കുരുമുളക്, ഏലക്കായ, ബേ ലീവ്സ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ ഇപ്പം ഇടണില്ല കേട്ടോ. ഞാൻ അരി തിളച്ച് നമ്മൾ അരി ഇട്ടിട്ട് വേവാനായ സമയത്തായിട്ട് ഇട്ട് കൊടുക്കണുള്ളൂ. ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ലെമൺ ഇങ്ങനെ 2 ഭാഗമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, നന്നായിട്ട് പുളി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പട്ട, ഏലക്കായ കേട്ടോ. ഇതൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇതേപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഗ്രാമ്പൂ, കുരുമുളക് കേട്ടോ. കുരുമുളക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇടയിൽ കടിക്കുന്ന എന്തായാലും നല്ലൊരു എന്താ പറയുക ടേസ്റ്റാണ്. പിന്നെ ഈ ടൈമിൽ തന്നെ ഞാൻ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തളിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വെള്ളം തളിച്ചിട്ട് ഞാൻ കാണിക്കാം. നന്നായി തളിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കളർ എന്താ വെച്ചാൽ നമ്മൾ ബേ ലീവ്സും ബ്ലാക്ക് ലെമണൊക്കെ ഇട്ടതുകൊണ്ടാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. അരി ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടോ. അപ്പുറത്ത് ഞാൻ ചിക്കൻ വെച്ചിട്ടുണ്ടതിന് അത് ഞാൻ കാണിക്കട്ടോ. ഇത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് എടുത്ത് കാണിക്കാം. ഇനി ഇത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് നേരിട്ട് റൈസ് ഇട്ട് കൊടുക്കണ്ടില്ലേ. ഉണ്ടോ, 2 ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ കാണിക്കാം. കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൽ റൈസ് കുക്കായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കാണിക്കാം. റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളം ഒന്ന് വാർത്തെടുത്ത് വരാം. റൈസൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. പിന്നല്ലേ, ഞാൻ ഇതിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ താഴെ വെച്ചിട്ട് റൈസ് മുകളിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ ഈ ടൈമിൽ ചിക്കൻ കോരി എടുത്തിട്ട് ആ മസാലയ്ക്ക് ചോറിട്ടിട്ട് മുകളിൽ ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ നേരെ തിരിച്ചാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇത് കളർ ചേർക്കൂലല്ലോ നമ്മൾ. അപ്പോൾ ഈ ഒരു ഇതില്ലേ, ഇത് വേണമെങ്കിൽ കുറച്ച് കോരിയിട്ട് ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതിയേ. റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പച്ചമുളക് ഇടുന്നത്, ഇതിലിങ്ങനെ കുത്തി കൊടുക്കട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിക്കണേ. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം. ഇത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റുകയാണ്. നമുക്കിവിടെ വേറൊരു ഇത് ചെയ്യാണ്ട് ഞാൻ കാണിക്കുക എന്താന്ന്. ഇത് ചാർക്കോളാണ്. ഇത് നിർബന്ധമാണ് കേട്ടോ. ഇതൊന്നും വേണേ. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഈ ചിരട്ട ഉണ്ടാവില്ല, അത് കത്തിച്ചിട്ടുള്ള കരി ആയാലും മതി കേട്ടോ. അത് നന്നായിട്ട് കണലായി വരുന്നേ. ഇപ്പോൾ നന്നായിട്ട് കത്തി കരി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്കാണ് ഇട്ടിടുന്നത്. കുറച്ച് പരന്നിട്ടും ഇതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി അതിൽ അങ്ങനത്തെ പാത്രത്തിൽ ഇങ്ങനത്തെ ബൗളിലോ ഇട്ടാലും മതിയേ. നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ ചോറ് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചോറിൻ്റെ സെൻറ്ററിൽ ഈ പാത്രമല്ലേ, ഇത് ഇതിൻ്റെ സെൻറ്ററിൽ ഇറക്കി വെക്കേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ്.
ഇത് ഒഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഇതിൻ്റെ അടപ്പ് നമ്മൾ മറ്റേ കൈ വെക്കണം കേട്ടോ, കാരണം ഫോഗ് പുറത്തേക്ക് പോകരുതല്ലോ. ഇടയില്ലേ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കട്ടോ. ഞാൻ ഇപ്പോൾ ഇത് വെച്ചത് എന്താ വെച്ചാൽ എൻ്റെ മറ്റേ ഫോയിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചതാണ്, ഇതിന്ന് പുറത്തേക്ക് പോവാതെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യട്ടോ. ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യേ. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ സർവിംഗ് ബോളിലേക്ക് മാറ്റിയിട്ട് കാണിക്കേ. നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിക്കേ. നല്ല ചൂടുണ്ട് കേട്ടോ. ഇതില്ലേ മുളകൊക്കെ ഉണ്ടോ, നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ആവിയിൽ കണ്ടിട്ടുണ്ടില്ലേ നല്ല കുക്കായിട്ടുണ്ട്. നമുക്ക് ഒരു ഭാഗത്തേക്ക് ചോറ് മാറ്റിയിട്ട് ഇതുപോലെ ഇതിൽ നിന്ന് ചിക്കന് വേറൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് മാറ്റേ. ചിക്കനൊക്കെ വേറൊരു പാത്രത്തിലേക്ക് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ താഴെയുള്ള മസാല ഈ റൈസിലൊന്ന് മിക്സ് ചെയ്യട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഹോംലി മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് സർവിംഗ് ബോളിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ ചിക്കനൊക്കെ. ഞാൻ ഒന്ന് സെപ്പറേറ്റ് കാണിക്കട്ടോ. ഉണ്ടോ നന്നായിട്ട് നമ്മളിത് കണ്ടില്ലേ ഗ്രില്ല് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ നന്നായിട്ട് കളറൊക്കെ കണ്ടില്ലേ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ ഞാൻ തക്കാളി കൊണ്ടുള്ള സോസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് തന്നെ അറിയിച്ചാൽ ഞങ്ങൾക്ക് അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാം. അതേപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടിയും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.